എസ് രാജമൗലി ഒരു പുതിയ സിനിമ പ്രഖ്യാപിക്കുമ്പോഴെല്ലാം അതൊരു സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് അങ്ങ് ഹോളിവുഡിൽ വരെ പ്രകമ്പനം സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ തന്നെ വലിയൊരു ആകാംക്ഷ സൃഷ്ടിക്കാൻ ഇതുവരെ പേരിടാത്ത ഈ സിനിമയ്ക്കായിട്ടുണ്ട്. ഇന്ത്യൻ ഐതിഹ്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു വനസാഹസിക യാത്രയായിരിക്കുമെന്നാണ് ഷൂട്ടിംഗ് സെറ്റ് ഫോട്ടോകളിൽ നിന്നും മനസ്സിലാവുന്നത്. മഹേഷ് ബാബു നായകനാകുന്നു. ഈ സിനിമയിൽ പൃഥ്വിരാജ്, പ്രിയങ്ക ചോപ്ര എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഈ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ചില റൂമറുകളെക്കുറിച്ചും ഇന്ത്യൻ ഐതിഹ്യങ്ങളുമായി ഈ സിനിമയ്ക്കുള്ള കണക്ഷനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. STMലേക്ക് സ്വാഗതം. രാജമൗലിയുടെ അടുത്ത മെഗാ പ്രോജക്റ്റ് SSMB 29 ചുറ്റിപ്പറ്റിയുള്ള റൂമറുകൾ സൂചിപ്പിക്കുന്നത് രാമായണത്തിൽ പ്രതിപാദിക്കുന്ന മൃതസഞ്ജീവനി എന്ന അത്ഭുത സസ്യത്തെ തേടിയുള്ള യാത്രയാണ് എന്നാണ്. പുരാതന അവശിഷ്ടങ്ങളും നിഗൂഢ വനങ്ങളും ഒരു വീരന്റെ അന്വേഷണവും ഇതിൽ ഉൾപ്പെടുമെന്ന് പറയപ്പെടുന്നു. രാജമൗലി തന്നെ ഇതിനെ ഒരു ഇന്ത്യാന ജോൺസ് ചിത്രം എന്ന് വിശേഷിപ്പിച്ചു. പക്ഷെ ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാകുന്നത്. കഥയ്ക്ക് ഹനുമാൻ സ്വാമിയുടെ ഐതിഹ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന അഭ്യൂഹമുണ്ട്. അത് ശരിയാണെങ്കിൽ അത് നമ്മളെ മൃതസഞ്ജീവനി രഹസ്യത്തിലേക്ക് നേരിട്ടെത്തിക്കുന്നു. ഹിന്ദു പുരാണങ്ങളിൽ മൃതസഞ്ജീവനി ഒരു സാധാരണ സസ്യമല്ല, മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ ദിവ്യശക്തിയുണ്ടെന്ന് പറയപ്പെടുന്നു. രാമായണത്തിലെ മഹായുദ്ധത്തിൽ ലക്ഷ്മണന് മാരകമായി മുറിവേറ്റപ്പോൾ ഹനുമാൻ സ്വാമി ഹിമാലയത്തിലേക്ക് പറന്ന് ദ്രോണഗിരി പർവ്വതത്തിൽ നിന്ന് ഈ സസ്യം കൊണ്ടുവന്നു. എന്നാൽ കാലക്രമേണ മൃതസഞ്ജീവനിയുടെ അറിവ് അപ്രത്യക്ഷമായി, മറഞ്ഞിരിക്കുകയോ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. ഈ സസ്യത്തിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും വനങ്ങളുടെ ആഴങ്ങളിൽ എവിടെയോ ഉണ്ടെന്നും വീണ്ടും കണ്ടെത്താനായി കാത്തിരിക്കുന്നുവെന്നും ചില വ്യാഖ്യാനങ്ങൾ അവകാശപ്പെടുന്നു. ഇപ്പോൾ ചിന്തിക്കുക, വിശാലമായ വനങ്ങളിൽ ഒരു പര്യവേക്ഷകൻ ഒരു ദിവ്യ ദൗത്യവുമായി, ഭൂമിയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തി, തെറ്റായ കൈകളിൽ പെടുന്നതിനു മുമ്പ് അത് കണ്ടെത്താനുള്ള ഒരു സമയത്തിനെതിരായ ഓട്ടം. മഹേഷ് ബാബുവിന്റെ കഥാപാത്രം മൃതസഞ്ജീവനി എന്ന നഷ്ടപ്പെട്ട സസ്യം കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരിക്കുമോ? പൃഥ്വിരാജിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വികലാംഗനായ വീൽ ചെയറിലിരിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. വീൽ ചെയറിന് പുറകിലായി റോബോട്ടിക് കൈകളും കാണപ്പെടുന്നു. ഈ കഥാപാത്രത്തെ സ്പൈഡർമാൻ സിനിമയിലെ ഡോക്ടർ ഒക്ടോപ്പസ് എന്ന വില്ലൻ കഥാപാത്രവുമായി താരതമ്യം ചെയ്യപ്പെടുന്നു. തന്റെ ആരോഗ്യം വീണ്ടെടുക്കാനായി പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം മൃതസഞ്ജീവനിയെ തേടുന്നതാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മഹേഷ് ബാബുവിന്റെ നായകാത്രവും പൃഥ്വിരാജിന്റെ വില്ലൻ കഥാപാത്രവും തമ്മിലുള്ള ഒരു മത്സരമാകാം ഈ സിനിമയുടെ കഥ. ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന ട്രീ ഓഫ് ലൈഫ് എന്ന വൃക്ഷത്തെ പോസ്റ്ററിൽ കാണാം. ഇത് സൂചിപ്പിക്കുന്നത് ആഫ്രിക്കൻ പശ്ചാത്തലത്തിലായിരിക്കും കഥ മുന്നോട്ടു പോകുന്നത് എന്നാണ്. ബാഹുബലിയിൽ ഭക്തിയെയും വിധിയെയും പുനർനിർമ്മിച്ചതുപോലെയും RRRൽ ഐതിഹാസിക ചിത്രങ്ങളിലൂടെ സ്വാതന്ത്ര്യത്തെ അവതരിപ്പിച്ചതുപോലെയും രാജമൗലി മൃതസഞ്ജീവനിയെ ഒരു പ്രതീകമായി ഉപയോഗിച്ചേക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ആഫ്രിക്കൻ വനങ്ങളിൽ ചിത്രീകരിക്കും. പക്ഷേ അത് മനോഹരമായ ദൃശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലെങ്കിലോ? ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന അതേ സസ്യം ആഫ്രിക്കൻ ടിബറ്റൻ പുരാണങ്ങളിലും കാണപ്പെടുന്നു. മഹേഷ് ബാബുവിന്റെ കഥാപാത്രത്തെ ഹനുമാന്റെ സ്വഭാവവിശേഷങ്ങളെ അടിസ്ഥാനമാക്കി രൂപം നൽകിയിട്ടുണ്ടെന്ന അഭ്യൂഹമുണ്ട്. ധൈര്യം, ശക്തി, തന്റെ ലക്ഷ്യത്തോടുള്ള അചഞ്ചലമായ ഭക്തി. ഒരു ആധുനിക പര്യവേക്ഷകനായ അദ്ദേഹത്തെ സങ്കല്പിക്കുക. രാജമൗലിയുടെ അടുത്ത ചിത്രം ജീവൻ മാത്രമല്ല, നമ്മുടെ ഭൂതകാലത്തിലെ മറന്നുപോയ ജ്ഞാനത്തിലുള്ള വിശ്വാസത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കഥയായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള സിനിമാ വിശകലനങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.